ഇന്നുണ്ടല്ലോ ഒരു വീക്കെൻഡ് ഡേ ആണ്. അപ്പൊ ഞാൻ എന്നും എണീക്കണേനെക്കാട്ടിലും ലേറ്റായിട്ടാ എണീച്ചെ. കുറേ ലേറ്റായിട്ടാ എണീച്ചെ. എണീറ്റപ്പണ്ടല്ലോ കുറേ പാത്രങ്ങള് കഴുകാണ്ടേനി. കുറച്ചധികം പാത്രങ്ങള്. കുറച്ചധികമല്ല കുറച്ച് പാത്രങ്ങള്. പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ വൃത്തിയാക്കാണ്ടായിരുന്നു. ടേബിളും എന്താ പറയാ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിടാന്ന് വെച്ചു. അപ്പൊ ടേബിളൊക്കെ തുടച്ചിട്ട് വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ചു. അപ്പൊ ചേച്ചിയും ഫവാസ്കിയൊക്കെ ഫവാസ്കിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായപ്പോ അതിന് പോയി. അപ്പൊ ഞാനും വൈശാഖനും മാത്രമേ വീട്ടിലുള്ളേനി. അപ്പൊ ഞങ്ങള് രണ്ടാളും മെല്ലെ എണീറ്റ് വീടൊക്കെ വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ചു. എന്തായാലും ഒറ്റയ്ക്കല്ലല്ലേ. അപ്പൊ വീടൊക്കെ വൃത്തിയാക്കി ക്ലീൻ ആക്കിയിടാന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ അടിച്ചു വാരാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ സോഫയൊക്കെ ക്ലീൻ ആക്കിയിട്ടാ. സോഫയിൽ ഫുള്ള് നീതന്റെ ടോയ്സ് ആയിരുന്നു. അപ്പൊ ഞാനതൊക്കെ എടുത്ത് വെച്ച് ഒക്കെ അങ്ങനെ അവന്റെ ഒരു ഇതുണ്ട്, ടെന്റ് ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് സാധനങ്ങളൊക്കെ എടുത്തിടുക. സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ട് അടിച്ചു വാരാന്ന് വിചാരിച്ചു. നല്ലോണം വൃത്തിയാക്കിയിടാന്ന്. ഡെയിലി അടിച്ച് വാരിയിടും ഞങ്ങള്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ അടിച്ചു വാരാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം അടിച്ചു വാരാ. വെച്ചാൽ നീതെ കളിച്ചിട്ട് ഫുൾ വൃത്തികേടാക്കുന്നതിനെ കൊണ്ട് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് അടിച്ചു വരാം. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഫുൾ ക്ലീൻ ആക്കിയിടാന്ന് വെച്ച്. ക്ലീൻ ആക്കുമ്പോഴത്തേക്കും വൈശാട്ട ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ എന്താണ് ഫുഡ് വന്നിട്ട് ഞങ്ങള് എന്താ വെച്ചാ സൺഡേസ് അധികം കുക്ക് ചെയ്യലില്ല. ഒന്നെങ്കി പുറത്തുനിന്ന് കഴിക്കും. അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഞങ്ങള് സൺഡേ ഫുഡ് ഉണ്ടാക്കും. അല്ലെങ്കിൽ എപ്പോഴും സൺഡേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാം. അങ്ങനെ ബെഡൊക്കെ വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ച് ബെഡൊക്കെ തട്ടിക്കൊടഞ്ഞിടുക. അങ്ങനെ ഞാൻ ബെഡൊക്കെ നല്ല വൃത്തിയിൽ നീറ്റാക്കിയിട്ട് ബെഡിന്റെ ബെഡ്ഷീറ്റൊക്കെ ഇതാക്കി പുതപ്പൊക്കെ കംഫർട്ടൊക്കെ നല്ലോണം തട്ടിക്കൊടഞ്ഞ് വിരിച്ചൊക്കെ ഇട്ട് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് തലേണയൊക്കെ എടുത്ത് നല്ലപോലെ വെച്ച് ഒക്കെ സെറ്റാക്കി ഞാന് റൂമിന്ന് ഇറങ്ങി അങ്ങനെ ഹോളും അടുക്കളയും ഒക്കെ വൃത്തിയാക്കിയിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഫുഡ് വന്ന്. ഫുഡ് ഗീ റോസ്റ്റും എന്താ പറയാ എന്തായിരുന്നു പുട്ടും ചിക്കൻ കറിയും. ഗീ റോസ്റ്റും പുട്ടും ചിക്കൻ കറിയും കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങള് എന്നും വാങ്ങുന്ന കടയിൽ നിന്നല്ല വാങ്ങിയത്. വേറെ കടയിൽ നിന്നായിരുന്നു വാങ്ങിയത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഒരു കോഫിയൊക്കെ കുടിച്ച് ഞാനിങ്ങനെ റെസ്റ്റ് എടുത്ത്. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഓക്കെ ബൈ. നാളെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.